ഹായ് ഓൾ മോർണിംഗ്. ഇന്ന് രാവിലെ മുതലേ ഇന്ന് രാവിലെയല്ല, കുറച്ച് ദിവസമായിട്ട് ഒരു പ്രോജക്റ്റിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ രാവിലെ മുതലേ എഴുന്നേറ്റ് ഫസ്റ്റ് ഇൻ ദ മോർണിംഗ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തോൽക്കുമ്പം നമുക്ക് ആവേശം കൂടും. എന്തിനാണ്? തോൽവി ഏറ്റുവാങ്ങാനല്ല. ഒരു ജയം നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ജയം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. അതിന് നമ്മൾ തന്നെ വർക്ക് ചെയ്യണം. വേറെ ആരും വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. താൻ പാതി ദൈവം പാതി എന്നൊക്കെ നമ്മൾ വിശ്വാസികൾ പോലും പറയും. അപ്പോൾ അവിശ്വാസിയോ വിശ്വാസിയോ അല്ലാത്തവർക്ക് അതിനിടയിൽ ജീവിക്കുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കർമ്മണ്യവാധികാരസ്യേ മാ വലയേശു കഥാജനു എന്നൊക്കെ പറയുന്നുണ്ട്. വലിയ വാക്കൊന്നും നോക്കണ്ട. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയാലോ അല്ല, കാരണന്മാർ നല്ല രീതിയിൽ ഉണ്ടാക്കിയ കാര്യങ്ങൾ ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. സോ ഐ ആം വർക്കിംഗ് ഹാർഡ്. ഞാനൊരു പ്രോജക്റ്റിൻ്റെ പിന്നാലെയാണ്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനകൾ വേണം. ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ. അതിനൊരു ഇന്നത്തെ കാലത്ത് നമുക്കൊരു പ്രോജക്റ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതങ്ങളൊന്നുമല്ല. നമ്മൾ അത്യാവശ്യം ടെക്നോളജീനെ കുറിച്ച് അവെയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രോജക്റ്റ് എത്ര രീതിയിലും അതിൻ്റെ എന്ത് ഗ്രാഫിക്കൽ ഇൻ്റർഫേസിലും നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് കുതിക്കട്ടെ. അതുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മന്ത്ര ഇതിനെക്കുറിച്ചൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വേഗമായിട്ട് അല്ലെങ്കിൽ ഒരു കൂടുതൽ ഫോക്കസ്ഡ് അല്ലാത്ത പറയുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അല്ലെങ്കിൽ അത് വലിയ അറിവുണ്ടായതുകൊണ്ടൊന്നല്ല. ഞാൻ നിങ്ങളെപ്പോലെ അറിവ് സീക്ക് ചെയ്യുന്നൊരു സീക്കറാണ്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന കാര്യങ്ങൾ, അറിയുന്ന കാര്യങ്ങൾ, അത് മണ്ടത്തരമാവട്ടെ വലിയ കാര്യമാവട്ടെ ഒന്നും നോക്കാതെ ആ ഒരു ഫസ്റ്റ് ഇൻസ്റ്റൻറ്റിൽ പറയുന്നതാണ് വെർജിനിറ്റി എന്ന് നമ്മൾ വിശ്വസിക്കുന്നതല്ലേ. അപ്പം നമ്മൾ ഏതൊരു കാര്യം നമ്മൾ പറയുമ്പം ചിന്തിക്കുമ്പോഴും പെട്ടെന്ന് ആദ്യം വരുന്ന ഏതാവോ അതിലൊരുപാട് മണ്ടത്തരം ഉണ്ടാവും, ഒരുപാട് ക്ലാരിറ്റി കുറവുണ്ടാവും. ബിക്കോസ് അതിൻ്റെ ആ ഫോർ ഫ്രെയിം പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവത്തില്ല. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഫ്രെയിം വെച്ച് ചിന്തിച്ചാൽ നമ്മൾ എവിടെയും പോയി ഇടിക്കത്തുള്ളൂ. ഒരു എന്താ പറയുക, ഇൻഫിനിറ്റി ആയിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കണം ഏത് കാര്യങ്ങളിലും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് നിങ്ങളൊരു ചെറിയൊരു കുത്തിടാൻ പറഞ്ഞാൽ ഞാനൊരു ഒരു ടൈലിൻ്റെ വലിപ്പത്തിൽ ആദ്യം ചിന്തിക്കും, ഒരുപാട് ടൈലിൻ്റെ വലിപ്പത്തിൽ ആദ്യം ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചിട്ടാണ് അവസാനം ഞാൻ ഈ കുത്തിലേക്ക് വരിക. അത് നമ്മുടെ ഒരു ചിന്താരീതിയാണ്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നല്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് ടെക്നോളജി എയ്ഡുണ്ട്. അത് ഏത് രീതിയിലാവട്ടെ. ഇപ്പോൾ എ ഡ്രിവൺ ആയിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. നമുക്കെല്ലാം കോമൺലി നോൺ ആസ് ChatGPT ആവട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളതെല്ലാം നോക്കിക്കൊണ്ടും നമ്മൾ കൃത്യമായി ഇത് ഭംഗിയായി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ ആർക്കെങ്കിലും തകർക്കാൻ പറ്റുമോ? സോ ഇതൊരു മറ്റൊരു എപ്പിസോഡായി കാണുക. കാരണം പണിയിനിടയിലാണ്, ജോലിയിനിടയിലാണ്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. ഫ്രം ഉണ്ണീഷ് ബാൽ സൈനിങ് ഓഫ്. മോർണിംഗ് മന്ത്ര.